സൈലൻസ് 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 സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ബഹളം വെച്ചാൽ ഞാൻ ആരോടാ മറുപടി പറയേണ്ടത്? ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ചോദിക്കണം. അറിയുന്നതിന് ഉത്തരം പറയാം. സാറിന്റെ പേരെന്താ? ചിദംബരം. സാറിന്റെ വീട് എവിടെയാണ് സാർ? മണ്ണാർക്കോവില്. വീട്ടിൽ ആരൊക്കെയുണ്ട് സാറേ? അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലേ? എന്റെ കൂടെ പിറന്നത് 2 അനിയത്തിമാരാ. അവരുടെ കല്യാണം കഴിഞ്ഞു. സാറിന്റെ കല്യാണം കഴിഞ്ഞോ? എന്താ? അമ്മയെ നോക്കാൻ പോലും വരുമാനം തികയുന്നില്ല, പിന്നെ ഒരു കല്യാണം കഴിച്ചാലോ? സാറേ, നല്ല സ്ത്രീധനത്തോടു കൂടി ഒരു പെണ്ണ് വന്നാ കല്യാണം കഴിക്കോ? സ്ത്രീധനൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ് വന്നാൽ നോക്കാം. ഇന്നലെ സാറ് പ്രേത ബംഗ്ലാവിലാ കിടന്നല്ലേ? അതെ. എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ലേ? അതുണ്ടെങ്കിലല്ലേ കാണാൻ കഴിയൂ. അവിടെ ഉണ്ട് സാറേ. ഇന്നലെ സാറിന്റെ അടുത്ത് പ്രേതം വരാത്തതിന് കാരണമുണ്ട്. എന്ത് കാരണം? സാറിനറിയില്ലേ, പൗർണമിയുടെ അന്ന് ഒരു പ്രേതവും പുറത്തു വരില്ല. എങ്ങനെ? സാറേ, ഇന്നലെ പൗർണമി ആയിരുന്നില്ലേ, അതുകൊണ്ട് പ്രേതം വന്നില്ല. ഇന്ന് തീർച്ചയായിട്ടും വരും. ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞില്ലേ? അല്ല, നിങ്ങളുടെ പള്ളിക്കൂടത്തിൽ പുതുതായൊരു വാദ്യാര് വന്നെന്ന് കേട്ടല്ലോ. അയാളുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നേടാ മക്കളെ. അയ്യോ, നിർത്തടാ. ഓരോരുത്തരായിട്ട് പറഞ്ഞാലെന്താ? ആദ്യം നീ. മാഷിന്റെ പേര് ചിദംബരം എന്നാ. BA വരെ പഠിച്ചിട്ടുണ്ട്. മാഷിന്റെ കല്യാണം ആയിട്ടില്ല. That's good. Beautiful. അടക്കോതുക്കുള്ള നല്ലൊരു പെണ്ണാണെങ്കിൽ കല്യാണം കഴിക്കാന്ന്. എന്ത് ചെയ്യാനാ, നീ അങ്ങനെ അല്ലല്ലോ. നീയും അയാൾ ഒട്ടും മാച്ചാവൂല. എന്താടാ? നമ്മുടെ പുതിയ മാഷ് ഭാവി നോക്കാൻ ജോത്സ്യന്റെ വീട്ടിൽ പോകുന്നു. ഓഹോ, നിങ്ങളെല്ലാവരും സ്ഥലം വിട്ടേ. പോയി. ഈ തകടെടുത്തോണ്ട് നേരെ അരമന വീട്ടിലേക്ക് പോയിട്ട് ആ വീടിന്റെ മുറ്റത്ത് കുഴി തോണ്ടിയിട്ട് ഇത് കുഴിച്ചിട്ടിട്ട് ചവിട്ടാണ്ട് മുന്നോട്ട് പോവാ. എന്നാ കിടക്കണേന് മുമ്പ് ഈ തീർത്ഥം ചുറ്റും തളിക്കുക. അതിനുശേഷം അത് മറികടന്ന് ഒന്നും വരില്ല. പോണ വഴിയിൽ ശകുനം നോക്കണം. ആദ്യം കാണുന്നത് ആൺമൃഗമാണെങ്കിൽ പ്രശ്നമാണ്, മിണ്ടാതെ തിരിഞ്ഞോണം. പെൺമൃഗമാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് പോവാം. എന്റെ മന്ത്രം ഫലിക്കുന്നു എന്നർത്ഥം. പോയിട്ട് വാ. രക്ഷപ്പെട്ടു. താങ്ക്സ്. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവശിവശങ്കര. ശിവശിവശങ്കര ശിവശിവശങ്കര ശിവശിവശങ്കര. രക്തരക്ഷ ആത്മരക്ഷ ഹരഹര ശങ്കര ശിവശിവശങ്കര. ഹരഹര ശങ്കര ശിവശിവശങ്കര.
മന്ത്രിച്ച് തകിട് ഞാൻ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്നവരെ എനിക്കൊരു പേടി ഉണ്ടാവില്ല. എൻ്റെ ഒരു മുടിനാര് പോലും നിനക്ക് തൊടാൻ പറ്റില്ല. ആ അയ്യോ ചിദംബരം, നാട്ടില് നിന്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അമ്മയ്ക്ക് സുഖം തന്നെയാ. നിന്റെ അനിയത്തിമാരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞല്ലോ. പിന്നെ നീ എന്താ കല്യാണം കഴിക്കാത്തത്? കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ഒത്തുവരണ്ടേ? അതെ അതെ, അടക്കോ ഒതുക്കോ ഉള്ളൊരു പെണ്ണിനെയല്ലേ നിനക്ക് വേണ്ടത്? അതെ, അത് തന്നെ ആഗ്രഹം. ഓഹോ, ഇതെല്ലാം എങ്ങനെ അറിയാം? എന്നോട് ഇത്തരത്തിലുള്ള എതിർ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇല്ല, ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. പോയി കിടന്നുറങ്ങിക്കോ. ഇന്ന് ഞാൻ ഈ ബംഗ്ലാവ് വിട്ട് പോവാ. എനിക്ക് മോക്ഷത്തിലെത്താൻ സമയമായി. നീ നിന്റെ ഭാവി ഭാര്യയെക്കുറിച്ച് സ്വപ്നം കണ്ട് മെനക്കെടണ്ട. നാളെ ഞാൻ വീണ്ടും വരും.